ഹൃദയാഘാതത്തെ തുടർന്ന് വൈദികൻ മരിച്ചു. ഗോവയിലെ ജനങ്ങളുടെ പ്രിയപ്പെട്ട ഇടയനും പരിസ്ഥിതി പ്രവർത്തകനുമായ ഫാദർ ബോൾമെക്സ് പെരേരയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത്. 50 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു അന്ത്യം. ചിക്കലം സെന്റ് ഫ്രാൻസിസ് സേവ്യർ പള്ളി വികാരിയായിരുന്ന അദ്ദേഹം നീതിക്കും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നയിച്ച വ്യക്തിയായിരുന്നു. ഇടവക അംഗങ്ങൾക്കൊപ്പം വിനോദയാത്രയ്ക്ക് പോകാനായി വാസ്കോ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ച അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടായിരുന്നു. എന്നാൽ രാത്രിയോടെ ഹൃദയാഘാതം ഉണ്ടാകുകയും പുലർച്ചെയോടെ അന്ത്യം സംഭവിക്കുകയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിനായി പ്രാർത്ഥനകളോടെ കാത്തിരുന്ന ഗോവയെ ഒന്നടങ്കം ഈ വാർത്ത കണ്ണീരിലാഴ്ത്തി. PhD ഹോൾഡറായിരുന്ന അദ്ദേഹം സെന്റ് ജോസഫ് വാസ് കോളേജിലെ ബോട്ടണി അസിസ്റ്റന്റ് പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. ഗോവയിലെ വനങ്ങളും തണ്ണീർത്തടങ്ങളും നശിപ്പിക്കുന്ന റെയിൽവേ പദ്ധതികൾക്കെതിരെയും മുള്ളം വനസംരക്ഷണത്തിനായും അദ്ദേഹം തെരുവിലിറങ്ങി. സേവ് മുള്ളം ക്യാമ്പയിൻ്റെ പ്രധാന കരുത്തായിരുന്നു അദ്ദേഹം. ചിക്കലം യൂത്ത് ഫാർമേഴ്സ് ക്ലബ്ബിലൂടെ യുവതലമുറയെ കൃഷിയിലേക്കും പ്രകൃതി സംരക്ഷണത്തിലേക്കും അദ്ദേഹം നയിച്ചു. പരിസ്ഥിതിക്കും ജൈവ വൈവിധ്യത്തിനും നൽകിയ സംഭാവനകൾ പരിഗണിച്ച് നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഗോവ സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് അവാർഡ്, തോമസ് സ്റ്റീഫൻസ് കൊങ്കിണി കേന്ദ്ര പുരസ്കാരം, CBCI ഇക്കോ അച്ചീവേഴ്സ് അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. സംസ്കാര ശുശ്രൂഷകൾ മെയ് 28 3 മണിക്ക് ക്യാമ്പം ഹോളിക്രോസ് പള്ളിയിൽ നടക്കും. ഗോവയുടെ ശബ്ദം നഷ്ടപ്പെട്ടുവെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ അനുശോചന പ്രവാഹങ്ങളിൽ പറയുന്നത്. സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുവാനും നീതിക്ക് വേണ്ടി സംസാരിക്കുവാനും മടി കാണിക്കാത്ത ആ വലിയ ഇടയൻ്റെ വിയോഗം ഗോവയ്ക്ക് നികത്താനാവാത്ത നഷ്ടമാണ്.